ഇത് ഇന്നലെ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. സമയത്ത് 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ബീട്രൂട്ട് ഫേസ് പാക്ക് മുഖത്തിടാമെന്ന് വെച്ചു കേട്ടോ. ഇത് മുഖം ബ്രൈറ്റൻ അടിപൊളി പാക്ക് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തുണിയെല്ലാം രാവിലെ അലക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് പെറുക്കി കുഞ്ഞിനുണ്ട് കേട്ടോ. അത് വളരില്ല, അവനും വെച്ചോണ്ട് ഇപ്പോൾ ശീലമായി. ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് ഞാൻ അവന് കളിക്കാൻ കൊടുത്തിട്ട് തുണിയെല്ലാം മടക്കുന്നുണ്ട്. ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ ഞാൻ മാറ്റി വെച്ചു. പിന്നെ നാപ്പീസും കുഞ്ഞിൻ്റെ കുറച്ച് തുണികളും മടക്കി വെച്ചു. 1-2 ഒക്കെ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അത് പിന്നെ അകത്തുകൊണ്ട് വിരിച്ചിട്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ സൺ മ്യൂസിക് കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ കുഞ്ഞും വഴക്കുണ്ടാക്കി. പിന്നെ ഞാൻ അവനെ ഒന്ന് ഉറക്കാൻ കിടത്തി കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് അവൻ ഉറങ്ങി. പിന്നെ ഞാനൊന്ന് മേലൊക്കെ കഴിയിട്ട് ഒന്ന് അടുക്കളയിലോട്ട് കയറി കേട്ടോ. ചെറുപയറാണ് വൈകിട്ട് കറി വെക്കുന്നത്. പിന്നെ അത് ഞാൻ കുക്കറിലോ കഴുകി വേവിക്കാൻ വെച്ചു. പിന്നെ കഞ്ഞി ഇടണമായിരുന്നു. അരി കഴുകി ഒരു 5 പ്രാവശ്യം കഴുകുന്നുണ്ടോ. അരി കഴുകി ഞാൻ അടുപ്പിലോട്ട് വെച്ചു. നാട്ട് കഴുകിയില്ലെങ്കിൽ അഴുക്കൊന്നും പോവുകയില്ല. അതുകൊണ്ട് ഒരു 5 പ്രാവശ്യം മസ്റ്റായിട്ടും കഴുകണം. അപ്പോൾ തന്നെ കുഞ്ഞിനാണ് അവിടെ ഇരുന്ന് ചൂലെല്ലാം എടുത്തുകൊണ്ട് വന്നത് ഭയങ്കര കളി കേട്ടോ. പിന്നെ ഞാൻ അവൻ്റെ നിപ്പിളൂപ്പി ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. കാരണം ഞാൻ രാവിലെയും വൈകിട്ടും ഇത് കഴുകുന്നതാണ്. അല്ലെങ്കിൽ പാലൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറ പിടിച്ച് പോകും. അതുകൊണ്ട് ഞാൻ അത് കഴുകിയെല്ലാം മാറ്റി വെച്ചതിന് ശേഷം പെരയ്ക്കാവൊന്ന് അടിച്ച് വരും. നല്ല പുക പോകുന്നുണ്ട്, തീ കത്തുന്നുണ്ട്, പക്ഷേ പുക വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഹാളും അടുക്കളയും നന്നായിട്ടൊന്ന് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. എങ്ങനെ അടിച്ച് വാരിയിട്ടാലും ഇടയ്ക്ക് പൊടി ചാടും കേട്ടോ. പിന്നെ കറിക്കുള്ളത് സവോളയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് സെറ്റാക്കാൻ ഓർത്തു. കുഞ്ഞിനാണെങ്കിൽ പുറകിലിരുന്ന് ഭയങ്കര കളിയാണ്. എന്നാന്ന് അറിയത്തില്ല, ഇന്ന് മര്യാദയ്ക്ക് ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട്, ഇത് അമൂലിൻ്റെ പാൽപ്പൊടി ഇട്ടാണ്. പിന്നെ അത് കുടിച്ചപ്പോൾ കുഞ്ഞിനാണ് ചാടിക്കറി എൻ്റെ മടിയിലോട്ട് വന്നിരുന്നത്. ചായ കാണത്തില്ല, കുടിക്കാൻ വേണ്ടി വേണം. അത് മൊത്തത്തോടെ പാലോട്ട് കമത്താൻ തുടങ്ങുമായിരുന്നു. പിന്നെ ഞാൻ ശാലിച്ചേ കൊടുത്തു. ശാലിച്ച് അപ്പോൾ തന്നെ അവന് മുട്ടലോട്ട് മറിഞ്ഞ് വീണിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ മേലെല്ലാം കഴിച്ച് നാപ്പീസും ഒരു ഉടുപ്പൊക്കെ ഇടിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാണ്, ഡ്രസ്സൊന്നും ഇടാൻ ഭയങ്കര പാടാണ്. കാരണം എപ്പോൾ ഇട്ട് കൊടുത്താലും വേർത്ത് കുളിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പകലൊന്നും അങ്ങനെ ഡ്രസ്സ് ഇടിക്കാറില്ല കേട്ടോ. പിന്നെ ചെറുപയറിനുള്ള സെറ്റാക്കാൻ വെച്ചു. ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചു, സബോള, പച്ചമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് മാത്രം ഇട്ടാണ് കറി സെറ്റാക്കുന്നത്. കാരണം ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തെരണ്ടിമീൻ വറക്കാൻ വെച്ചു. അതിനുശേഷം പിന്നെ എൻ്റെ മണിപ്ലാന്റ് ശകലം വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരെ മുറ്റത്തോട്ട് വന്നു. മുറ്റത്ത് ഇച്ചിരി ചപ്പ് കത്തിക്കാനും പിന്നെ ഇച്ചിരി പരിപാടികളുണ്ട്. പിന്നെ ആ സമയത്ത് തിണ്ണയും കൂടെ അടിച്ചു വാരിയിടാമെന്ന് വെച്ചു. പിന്നെ മുറ്റം അടിച്ചു വാരുന്നില്ല കേട്ടോ, കാരണം കരികില കുറവാണ്. പിന്നെ ഞാൻ 2 കരികില വീണ് കിടന്ന് പെറുക്കി കളഞ്ഞു. പിന്നെ ചവിട്ടിയെല്ലാം മണ്ണെല്ലാം കൊട്ടി കളഞ്ഞു അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചെടി ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളം ഉണ്ടായിരുന്നു, 2 ദിവസം മഴ ആയതുകൊണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തു. പിന്നെ കൂട്ടിയിട്ടേക്കും ചപ്പൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം അവിടെ മടുത്തിട്ടിരുന്നു. പിന്നെ അകത്ത് കയറി ഇച്ചിരി വെള്ളം കുടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.